നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ ഒരു ബുക്ക് വായിക്കാനിടയായി. അതിനകത്തുള്ളൊരു ചോദ്യം എന്നെ ഏറെ ആകർഷിച്ചു. എന്താണ് ജിമ്മിൽ പോകുന്ന ആ ഒരു എക്സസൈസും വീട്ടിൽ നല്ല ശാരീരിക അധ്വാനവും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം? ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചോദ്യമായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ശരീരം കൊണ്ട് ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നു എന്ന് വിചാരിക്കുക. കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ എടുത്തുയർത്തുന്നു, ഒരു വീട് പണിയിൽ സഹായിക്കുന്നു, ഒരു വീട് മാറുന്നതിൽ ഉപകരണങ്ങളെല്ലാം ചുമന്നുകൊണ്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഒരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്? എന്നാൽ താഴോട്ട് വായിച്ചപ്പോഴുള്ള അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ഞാൻ കരുതി. നമ്മുടെ എല്ലാം തലച്ചോറിൽ നിന്ന് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോണാണ് നമുക്ക് ശരീരത്തിന് ഒരു ആരോഗ്യവും മനസ്സിന് ഒരു സന്തോഷവും ഒക്കെ തരുന്നത്. എന്നാൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഒരാൾ ചലിച്ചുകൊണ്ടിരിക്കണം. അരമണിക്കൂർ ഇരുന്നിട്ടാണെങ്കിൽ കൂടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചലിച്ചാൽ, അനങ്ങിയാൽ തന്നെ എൻഡോർഫിൻ ആവശ്യത്തിന് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവും. എന്നാൽ അധ്വാനിക്കുമ്പോൾ അഥവാ ജോലി ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അധ്വാനമാണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും എൻഡോർഫിൻ്റെ അളവിലുള്ള ഉൽപ്പാദനം. ഉൽപ്പാദനത്തിലുള്ള അളവ് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ, നടന്ന് ഒരു സ്ഥലം വരെ എത്തി ബസ്സിൽ കയറി പോകാനുള്ള തിരക്കും മനസ്സിൽ സംഘർഷവുമായിട്ട് നടക്കുന്നതുമായിട്ട് വളരെ വ്യത്യാസപ്പെടും. നാം വൈകുന്നേരം വളരെ റിലാക്സ് ചെയ്ത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നടപ്പ് അതിനായി ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം ആ സമയം നമ്മളുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും നടക്കുന്നത്. മാനസിക സംഘർഷം വളരെ കുറവായിരിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കളികളിൽ ഏർപ്പെടുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഫുട്ബോൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഫുട്ബോൾ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ നിന്ന് വലിയ അളവിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മാനസികമായി ഏറെ സന്തോഷത്തോടെ ഇരിക്കാനും ഊർജ്ജസ്വലതയോടെ ജീവിക്കാനും ഈ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. വീട്ടമ്മമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, മാഡം ഇനി പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും ചെയ്യണ്ട, അടുക്കളയിൽ കൂടെ വീടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള നടപ്പ് ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഞാൻ തിരിച്ചു പറയും, അത് നിങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുന്നതാണ്, നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല വൈകുന്നേരം ഒരു 15 മിനിറ്റ് മാറ്റിവെച്ച് വെളിയിലോട്ടിറങ്ങി ഒരു ദൂരസ്ഥലത്തേക്ക് പോകുന്നത്. എന്നാൽ ആ സമയവും നിങ്ങളുടെ മനസ്സിൽ തിരിച്ചു വന്ന് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള സംഘർഷത്തോടെയാണ് നടക്കുന്നതെങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. കാരണം എൻഡോർഫിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രിയപ്പെട്ടവർ, എന്നെ ഒത്തിരി ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വിഷയമായി ഇത് മാറി. ചില ആളുകൾ എന്തുകൊണ്ട് ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യുന്നു, ചില ആളുകൾ എന്തുകൊണ്ട് മ്ലാനഭാവത്തോടെ ജോലി ചെയ്യുന്നു? എൻഡോർഫിൻ്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ നമുക്കിഷ്ടമുള്ള പ്രവൃത്തികളും മാനസികമായ സന്തോഷത്തോടെയും താല്പര്യത്തോടെയും ചെയ്യുന്ന കാര്യങ്ങളും നമ്മെ ഏറെ സഹായിക്കും. അതിനാൽ നമുക്ക് മടിയൊന്ന് മാറ്റിവെക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക്
കടക്കാനായി നമുക്ക് ശ്രമിക്കാം. അതിനുള്ള സമയം ഒന്നുകിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം നാം കണ്ടെത്തുക തന്നെ വേണം. ഈ കണ്ടെത്തുന്ന സമയം മറ്റ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും മാറ്റി വളരെ ഫ്രീ ആയി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയിൽ നാം ഏർപ്പെടുക തന്നെ വേണം. അനങ്ങാതെ ഇരിക്കും തോറും നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് പ്രായമായവർക്ക് ഊർജ്ജസ്വലത ജീവിതത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകാനിടയാകുന്നത്. പ്രായം എന്തുമായിക്കോട്ടെ, ജോലി എന്തു ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ എന്തു ആയിക്കോട്ടെ, ഉത്തരവാദിത്തങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഊർജ്ജസ്വലതയോടെ നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിൻ്റെ സന്തോഷത്തോടെ ഏർപ്പെടുന്നതിൽ നമുക്കൊന്ന് ശ്രദ്ധ വയ്ക്കാം. ഇതിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലതയിലേക്ക് നിങ്ങളെ ഏവരെയും നയിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളുമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നന്ദി.